ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വാമല എന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭംഗിയുള്ളൊരു ക്ഷേത്രമാണത്. കാരണം ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഫസ്റ്റ് പ്രത്യേകത നമ്മളൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളത്തിലെ 2 സിനിമകളുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം ഫേമസ് ആയ സിനിമകളാണ്. അതിലൊന്ന് ഹൃദയവും പിന്നെ ഒന്നുള്ളത് കുഞ്ഞിരാമായണമാണ്. കുഞ്ഞിരാമായണത്തിലെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. കല്യാണരംഗം ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പോപ്പുലാരിറ്റി കിട്ടിയൊരു ക്ഷേത്രമാണത്. കാരണം വിനീത് ശ്രീനിവാസൻ വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രം തന്നെ അത്യാവശ്യം ഫേമസ് ആകുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിലൂടെയാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ എത്തി തുടങ്ങുന്നത്. ഇത് നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ പാലക്കാട് കൊല്ലങ്കോടിനടുത്തായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാണാനുള്ളതെന്ന് വെച്ചാൽ പ്രകൃതി മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ്. കാരണം നമ്മൾ മലയ്ക്ക് മുകളിൽ നിന്നാണ് ക്ഷേത്രം നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുള്ള ഭാഗങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയോടെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ ക്ഷേത്രം തന്നെ അത്യാവശ്യം ഒരു പ്രത്യേക രീതിയിലുള്ള ക്ഷേത്രമാണ്. കാരണം തമിഴ്നാട് ടച്ചിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മേഘങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള ക്ഷേത്രം തന്നെയാണ്. പാലക്കാട് ജില്ലയിലേക്ക് നിങ്ങൾ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത്. മനോഹര രീതിയിലുള്ളൊരു ക്ഷേത്രം, അതും തമിഴ്നാട് ടച്ചിലുള്ള ക്ഷേത്രമാണ് ഇതിവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ ടൈം നമുക്കറിയില്ല, കാരണം നമ്മൾ ആ ടൈമിലൊന്നല്ല എത്തിയിരിക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് എത്തിയത്. അതുകൊണ്ട് ടൈം എപ്പോഴാണ് അവിടെ ഓപ്പണോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ശരിക്കറിയില്ല. എന്തായാലും രാവിലെ 9 മണി 10 മണി വരെയൊക്കെ ക്ഷേത്രം തുറന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് ഇവിടെ കാണാമെന്ന് വെച്ചാൽ പ്രകൃതി മനോഹരമാണ്. കാരണം ഒരു മലയ്ക്ക് മുകളിൽ നിന്നും നമുക്ക് ചുറ്റുപുറമുള്ള കങ്ങാടി, അത് കൊല്ലങ്കോടിൻ്റെ ചുറ്റുഭാഗവും നമുക്ക് തീർച്ചയായും കാണാവുന്നതാണ്. അത്യാവശ്യം മനോഹര രീതിയിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് കയറാൻ ചെറിയ ചെറിയ പടികളുണ്ട്. എന്നാലും കുന്നിൻ്റെ മുകളിലൂടെയുള്ള പാറപ്പുറത്ത് എങ്ങനെ കയറേണ്ടത് അങ്ങനെയാണ് നമുക്കിവിടെ കയറാൻ കഴിയുന്നത്. തീർച്ചയായും അധികം പേർക്ക് ഇവിടെ കയറാൻ കഴിയുന്നതാണ്. അത്യാവശ്യം വലിയ ഒരു മലയും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എന്നാലും നമുക്ക് കാണാനുള്ള ഭംഗിയുള്ളൊരു പ്രകൃതി മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇതിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രം കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് പോവുക. ഇതിവിടെ ഈ പുറം ഭാഗത്ത് വരാൻ ക്ഷേത്ര ജാതി മതമില്ല, എല്ലാവർക്കും കയറാവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ് ജാതി മതം അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഈ ക്ഷേത്രത്തിൽ വന്നു പോകാവുന്നതാണ്.